ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഫേസ് ക്യാം വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം വീഡിയോ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറോ കപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ പോവാണ്. സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട് വിത്ത് പെസ് വിങ് മാസ്റ്റർ ഗൈസ്. നമ്മളെ പെസ് വിങ് മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നെക്കാട്ടിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ പെസ് വിങ് മാസ്റ്ററിൻ്റെ സ്കോഡ് ഇതാണ് ഗൈസ്. നമ്മളെ സ്കോഡ് എന്തായാലും കളി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുമായിരിക്കും. എന്തായാലും ഒരുമാതിരി മാച്ചായിരിക്കും. ഫസ്റ്റ് മാച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, സെക്കൻഡ് മാച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ ആക്കിയിട്ട് ഇടുന്നത്. അത് നിങ്ങൾ എന്തായാലും ഗെയിം പ്ലേ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഫസ്റ്റ് മാച്ച് നമ്മൾ 1-0 ലൂസായി. അപ്പോൾ സെക്കൻഡ് മാച്ച് എന്താവുമെന്ന് നിങ്ങൾ കണ്ടിട്ട് പറ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ റോഡ് ടു 20K ആണ്, ഓൾമോസ്റ്റ് ദെയർ ഗൈസ്. അപ്പോൾ നിങ്ങൾ സ്പെയിനാണോ അതോ ഇംഗ്ലണ്ടാണോ? എന്തായാലും കളി ജയിച്ചിട്ടുണ്ടാവും ഞാൻ ഇത് കാണുമ്പോഴത്തേക്കും. നിങ്ങൾ ഏത് ഭാഗത്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാച്ച് എന്തായാലും തുടങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ. ഞാൻ ഇൻട്രോ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കുറേ നേരം എടുത്തത് ഇൻട്രോ ഗെയിം പ്ലേ കഴിഞ്ഞിട്ട് പറയാം, അതാകുമ്പോൾ ഓക്കെയാണ്. നമ്മൾ ഫുൾ ടെക്നിക്സ് ആക്കണം ഗൈസ്. ഞാൻ പെട്ടെന്ന് മാച്ച് തുടങ്ങിയാണ്. സെക്കൻഡ് മാച്ചാണ്. ഫസ്റ്റ് മാച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ഉണ്ടാൽ മതി, പുള്ളിക്കാരൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി, പെസ് വിങ് മാസ്റ്ററിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മാച്ച് തുടങ്ങുന്നുണ്ട് ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ. അപ്പോൾ നമ്മൾ സ്പെയിനാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് മാച്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് മാച്ച് ഞാൻ പൊട്ടി 1-0. അത് പക്ഷേ ഒരുമാതിരി ലക്കില്ലാന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഹിയർ വി ഗോ, പെസ് വിങ് മാസ്റ്റർ വേഴ്സസ് റിച്ച് ബോയ് വൈറ്റി ഗൈസ്. ലെറ്റ്സ് ഗോ. സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട്. പെഡ്രി, ഹിയർ വി ഗോ. ഫസ്റ്റ് മാച്ച് നമ്മൾ പൊട്ടി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരുമാതിരി ലക്ക് ഉണ്ടായില്ല ഗൈസ്. സെക്കൻഡ് മാച്ച് നമുക്ക് പിടിക്കാൻ നോക്കാം. ഫസ്റ്റ് മാച്ച് പുള്ളിക്കാരൻ്റെ ചാനലിടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. എന്തായാലും ഞാൻ പൊട്ടി. ഞാൻ റെക്കോർഡും ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഈ കളിയും വിങ് അറ്റാക്കാണ് മെയിൻ. സെക്കൻഡ് വിങ് അറ്റാക്ക് കുറച്ച് സീനാണ്. വിങ്ങിലിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പ്ലേയേഴ്സിനെ. ഓക്കെ, സാക്ക. ഓക്കെ, സാക്ക ഡാ തട്ടി പോസ്റ്റിലേക്ക് ഇടുന്ന എന്താ അവസ്ഥ അറിയില്ല. റെക്കോർഡിംഗ് ആണ് മെയിൻ പ്രശ്നമാവുന്നത്. ഇത് ഗെയിം പ്ലേ ഓക്കെ, പക്ഷേ സൗണ്ട് അതാണ് സീന് വരുന്നത് ഗൈസ്. ഓക്കെ, ഡേനി ഓൾമോ അങ്ങോട്ടോ, അവൻ്റെ കോർണറാണ്. സാക്ക. ഓക്കെ, നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. എടാ മൊറാട്ട, നീ കഴിഞ്ഞാൾ എന്നെ നശിപ്പിച്ചതാണ്. എത്ര ഓപ്പൺ ചാൻസ് അറിയോ കിട്ടിയത്? ഫുള്ള് മിസ്റ്റേക്കടാ. ഒരൊറ്റ പോസ്റ്റിലേക്ക് അടിക്കുന്നില്ല അവൻ. ആ ചെറിയ ബോക്സ് ഇല്ലേ, അതിൻ്റെ അടുത്തു നിന്നൊക്കെ പുറത്തേക്ക് അടിച്ചടാ. ഇതൊരവസ്ഥയായിരുന്നെന്നറിയോ? ഓക്കെ, റോഡ്രി. Here we go. Spain attack. No. What the hell was that, man? Phillips. It's Phillips, guys. അവൻ്റെ സ്കോഡ് കുറച്ച് സീനാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ബേസ് കാർഡ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കളിക്കാൻ നല്ല പണിയുണ്ട്. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്നതാണ്. ലമീൻ, എസ്കോ, മൊറാട്ട. ഒരു കാര്യമില്ല അത്. പക്ഷേ ലമീൻ്റെ പാസ് കറക്റ്റായില്ല, അതുകൊണ്ടാണ്. മിസ് പാസിങ് ഗൈസ്. സാക്ക. ഇറ്റ്സ് എൻ ഇംഗ്ലണ്ട് അറ്റാക്ക്. സെക്കൻഡ് ഇംഗ്ലണ്ട് അറ്റാക്ക് ഗൈസ്. സേവ്. എൻ്റെ കോർണറും കുറച്ച് സീനാണ്. പിന്നെ ഇപ്പം വല്ലാണ്ട് കോർണർ സീനായിട്ടുണ്ടായി അപ്ഡേറ്റിന് ശേഷം. ഈ ഒരു സാധനമൊക്കെ വന്നത് വലിയ മിസ്റ്റേക്ക്. എടാ, മാൻ ഓഫ് ദ മാച്ചൊക്കെ ഓക്കെ, പക്ഷെ ഇതൊരു മാതിരി അടിച്ച് പുറത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതിൽ കയ്യിൽ പിടിച്ചുകൂടെ? ക്യാച്ചിങ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു ഡിഗയ്ക്ക്. ഞാൻ ഒന്നും നോക്കിയില്ല. എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടൊരു ടീമാക്കിയാണ് പെട്ടെന്ന് കളിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ടൈം കുറയായി. ഇന്നിപ്പം ഇടണം വേഗം, പെട്ടെന്ന് തന്നെ. ലേറ്റ് ആവും, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. സാക്ക. എടി, ഇവൻ വിങ് അറ്റാക്ക് തന്നെ നോക്കുന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ കളി ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് ഗോൾ വാങ്ങിയത്. ജോഡി ആൽബ. ഓക്കെ, വൺ ടച്ച് പാസ്. ലെറ്റ്സ് ഗോ ജോഡി ആൽബ. പാസ്. മൊറാട്ട, ഒരു ഹെഡിങ് ചെയ്യടാ മുത്തേ. കമോൺ മൊറാട്ട ഫോർ സ്പെയിൻ. നോ, ആസ് യൂഷ്വൽ ഗൈസ്. പൊറാട്ടയൊന്നും ഒരു കാര്യമില്ല. 6 ആക്കട്ടെ. അല്ല, 6 യാർഡ് പോസ്റ്റ്. ലെറ്റ്സ് ഗോ ലമീൻ. പെഡ്രി. മിസ്റ്റേക്ക്. എടാ, അവൻ ഡിഫെൻസ് ഇട്ടടാ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇത് ഫുൾ ഡിഫെൻസ് ആവശ്യമില്ലാണ്ട് ഇടുന്നത്. ടാക്ടിക്സ് ആണ്, പക്ഷേ എന്നാലും എനിക്കെന്തോ താല്പര്യമില്ലാണ്ടാവും. എൻ്റെ റോഡ്രി അവിടെ ഫ്രണ്ടിൽ ഉണ്ടായതല്ലേ നീ. കമോൺ സ്പെയിൻ, യു ഗൈസ് വിൻ. ഓക്കെ, ഇറ്റ്സ് മൊറാട്ടോ.
സൗണ്ട് കിട്ടുന്നുണ്ടോ എന്തോ, എനിക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു വിശ്വാസമില്ല. എടാ ഓക്കെ, പാസ് ടു പെഡ്രി. ഓക്കെ, ഇംഗ്ലണ്ട് കൗണ്ടർ അറ്റാക്ക് ഗൈസ്. ഹാരി കെയ്ൻ, റാഷ്ഫോർഡ്, ഫോർഡൻ, ബാക്ക് ടു റാഷ്ഫോർഡ്. ഓ സ്പേസ്. ഫൈനലി ഇംഗ്ലണ്ട് 1-0 ഇൻ ദ യൂറോപ്പ ലീഗ്, യൂറോ കപ്പ് ഗൈസ്. വാട്ട് ദ ഹെൽ, ഞാൻ എന്താ പറയുന്നത്? യൂറോ കപ്പിൽ അങ്ങനെ 1-0 ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇംഗ്ലണ്ട് വീണ്ടും കഴിഞ്ഞ കളി പോലെ തന്നെ ആവോടെ ഈ സ്കോർ. കഴിഞ്ഞ കളിയിൽ 45-ാമത്തെ മിനിറ്റിലാണ് അവൻ്റെ അടിച്ചിടാവുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവനാണ് ചാൻസ് ഇങ്ങോട്ടൊക്കെ ക്രിയേറ്റ് ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കളി കാണണമെങ്കിൽ നിങ്ങൾ പുള്ളിക്കാരൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. പെസ്വിങ് മാസ്റ്റർ എന്നാണ് പേര്. നിങ്ങൾക്ക് അറിയാത്ത ആളുണ്ടാവില്ല, എന്നെ അറിയുന്നതിനെക്കാട്ടും കൂടുതൽ ഓനെ അറിയും. വയസ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ എടാ പോടാന്ന് വിളിക്കണം, എന്നാലേ അവർക്കൊരു ഇതുണ്ടാവും. എന്തെങ്കിലും വയസ്സ് കുറേ ആയ പോലെ തോന്നൂലേ. ഓക്കെ, പെഡ്രി, പൊറാട്ട എന്താ കളിക്കണേ? സാക്ക. ഇറ്റ്സ് 1-0 ഇൻ ദ യൂറോ കപ്പ് ഗൈസ്. Can we make a comeback? Can Spain make a comeback guys? Saka, another cross no. It's Pedri, Gavi. Hey, Gavi ഒന്നും കളിക്കുന്നില്ല അല്ലേ? പെഡ്രി, ഗാവി മിസ്സിങ് ആണ്. ഓക്കെ, റീസ്, സാക്ക, ബാക്ക് ടു ബാക്ക് ഇംഗ്ലണ്ട് അറ്റാക്ക് ഗൈസ്. സാക്ക, പെസ്വിങ് മാസ്റ്റർ ഈസ് കുക്കിംഗ് അസ് ഗൈസ്. ഓ സീൻ. നൈസ് ടാക്കിൾ ഫ്രം ജോർഡി ആൽബ ആണോ? ആരോ ഒരാൾ. പക്ഷെ ഞാൻ മാനുവലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം മാനുവൽ വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. മാനുവൽ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം ഓക്കെയാണ്. ഓക്കെ, കമോൺ ഗൈസ്. പെഡ്രി, ഗാവി, ബാക്ക് ടു പെഡ്രി. നൈസ് ഡബിൾ ടച്ച്. പെഡ്രി ഫിനിഷ്. സോറി ഗാവി ഗൈസ്, സോറി. ഓക്കെ, ലമീൻ, മൊറാട്ട. അവിടെ ഒരു ഈസി ചാൻസ് സ്കോർ ചെയ്യടാ ഗൈസ്. അതൊരവസ്ഥയാവാൻ ചാൻസ് ഉണ്ട്. 6 yard പോസ്റ്റ്. ലെറ്റ്സ് ഗോ. ഡാനി ഓൾമോ. നോ. Spain is trailing by 1 goal guys. Can we make a comeback? Can Spain make a comeback boys? Okay, England at counter attack. Rashford. He's using quick counter also. He's pretty good at defending. ഇപ്പോൾ 1-0 ആണ് ഇൻ യൂറോ കപ്പ് ഫൈനൽ. ഹാഫ് ടൈം 1-0. ഇംഗ്ലണ്ട് ലീഡിങ് 1 അഗെയിൻസ്റ്റ് സ്പെയിൻ ഗൈസ്. സ്പെയിന് കംബാക്ക് അടിക്കണം. പുള്ളിക്കാരൻ കോർണർ ആകുമ്പോൾ ഡിഫെൻസീവ് വിടും അല്ലേ? പക്ഷെ എൻ്റെ കോർണർ ആകുമ്പോൾ ഡിഫെൻസീവ് വിടും അല്ല? അങ്ങനെയല്ല എടുക്കും. എനിക്ക് സംഭവം കറക്റ്റ് മനസ്സിലായില്ല. ഒരു മിനിറ്റ് ആലോചിക്കാൻ ടൈം വേണം. പെഡ്രി, ഇതൊക്കെ എന്ത് ഫൗളാടാ? തട്ടിയിട്ട് തെറിച്ചു പോന്ന ഇവനൊക്കെ എന്ത് തടിയുണ്ടോന്നല്ലോ. കാണുമ്പം തന്നെ പേടിയാകുന്നതിനല്ലോ. ഏറ്റവും ഒരു അവസ്ഥ നോക്കി തട്ടിത്തെറിക്ക. വാൻഡിസാക്കിയാന്ന് തോന്നല്ലേ? ശ്രദ്ധിച്ചില്ല ആരാന്ന്. ഓക്കെ, നൈസ് പാസ്. എടാ ബെൻ വൈറ്റ്, എല്ലാരും ഉണ്ടല്ലേ. ഫോർഡൻ, റാഷ്ഫോർഡ്. ഓ നാച്ചോ ഗൈസ്. സ്റ്റാൻഡേർഡ് കാർഡ്സ് പ്രെറ്റി ഗുഡ് ഗൈസ്. കുറേ ഗെയിം പ്ലേ വരുന്നുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. കുറച്ചല്ല 2-3 എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്. നൈസായിട്ടുള്ള ഗെയിം പ്ലേ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കണം. അതും എൻ്റെ സ്കോഡ് കാണണം ഗൈസ്. നിങ്ങൾ അത് ചെറിയ സ്കോഡ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞാൻ ഡിവിഷൻ 1 എത്തിയതും ആ സ്കോഡ് വെച്ചിട്ടാണ്. ആ ഗെയിം പ്ലേ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. മൊറാട്ട, നൈസ് വൺ ടച്ച് പാസ്. We're building like Spain guys. We're actually building like Spain. Now short pass attacks. Too much passing. Heavy. Pedri to Jordi Alba. Nice Pedri. Back to who's that? Gavi guys. Shittiest first touch. ഇവനൊക്കെ കൊണ്ട് നൈസ് മാർക്കിംഗ്. നാച്ചോ, ലെറ്റ്സ് ഗോ. എടാ മിസ്റ്റേക്ക് ഉണ്ടാക്കല്ലടാ. കമോൺ, മാനുവൽ ഡിഫെൻഡിങ്. ഓ ഹി മെയ്ഡ് എ
big mistake. Gavi guys, Dani Olmo, Lamine Yamal, one touch pass, let's go. Okay, Alvaro Morata run. Alvaro, guys, it's Morata on the run. Morata scored എൻ്റെ മോനെ. After 900 try. What the hell? പൊറാട്ട അങ്ങനെ സ്കോർ ചെയ്യുന്നുണ്ട് ഗായ്സ്. എൻ്റെ പൊന്നോ, എത്രാമത്തെ ഷൂട്ടാണെന്തോ. കഴിഞ്ഞ കളിയും കുറേ അടിച്ചു. അപ്പം 1-1 ഡ്രോ ആക്കിയിട്ടുണ്ട് സ്പെയിന്. സ്പെയിൻ 1 ഇംഗ്ലണ്ട് 1 ഗൈസ്. ക്യാൻ സ്പെയിൻ ഗോർ അനദർ 1? സ്പെയിൻ ഒന്നുകൂടി അടിച്ചാണ്ടല്ലോ കിട്ടില്ല കംബാക്ക് ആയിരിക്കും. ഞാനെന്തായാലും സ്പെയിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇന്നത്തെ കളിയിൽ. സ്പെയിൻ ഇംഗ്ലണ്ടൊക്കെ ആയിട്ട് കളിക്കുന്നതല്ലേ, ടീംഡ് മാച്ചല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കളിക്കുന്നതായിരിക്കും നല്ലത്, ഫുള്ളായിട്ട് ഇടുന്നത്. ടൈം കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷേ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട നല്ല ഗെയിം പ്ലേ ആണ് ഗൈസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഏലഫാവും, പക്ഷേ നടന്നില്ല. നല്ല ഡബിൾ ടച്ച് ഉണ്ട്. ഡബിൾ ടച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെടുത്തത്. ഞാൻ നോക്കിയെടുത്തായിരുന്നു ഡബിൾ ടച്ച് ഇതൊക്കെ ഉള്ളത്. എറ്റ്കിൻസ്, ഇവൻ്റെ സ്കോഡ് കുറച്ചല്ല, നല്ല സീനാണ്. എങ്ങനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. കാരണം അപ്പുറത്ത് പുള്ളി ഇംഗ്ലണ്ടിൻ്റെ മറ്റേ പാക്ക് തന്നെ ഉണ്ട്. ഡാനി ഓൾമോ, പെഡ്രി, പുള്ളിക്കാരൻ ഇംഗ്ലണ്ട് എടുത്ത അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പാക്ക് ഉള്ളതുകൊണ്ട്, ആ വിശ്വാസം കൊണ്ട് എടുത്തായിരിക്കും. അപ്പം എന്തായാലും നമ്മളൊരു ഏറെക്കുറെ ഒരു കംബാക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം, ഒരു ഗോളും കൂടി എങ്ങനെയും ഇടണം. ഒരു ഗോൾ വാങ്ങാണ്ടെന്നാൽ മതി. നല്ല ഓപ്ഷൻ. ഇത് ഇങ്ങനെയാണ് ഈ മാച്ചപ്പ് കളിക്കേണ്ടത്. കണ്ട, മാക്സിമം ബ്ലോക്കിംഗ് ആണ് ഞാൻ. എന്നാലും അതിലൂടെ പാസ് പോയി. ഇതാണ് എൻ്റെ മിസ്റ്റേക്ക്. കണ്ട, ദിസ് ഈസ് മാനുവൽ മാച്ചപ്പ് ഗൈസ്. ലെറ്റ്സ് ഗോ. അൻസു ഫാറ്റി, ചോഡി ആൽബ, ഈസി. ഞാൻ ഉള്ളിലെടുക്കാനാണ് വിചാരിച്ചു, പക്ഷേ ഫാറ്റിക്ക് തന്നെ പോയെ. അറ്റൻസ്, നൈസ്. ഫെറർ ഗൈസ്, ലെജൻഡറി ഫെറർ. പെഡ്രി, അൻസു ഫാറ്റി. 81 മിനിറ്റായി. അൻസു ഫാറ്റി, കേളിറ്റ്. ഇറ്റ്സ് അൻസു ഫാറ്റി ഗൈസ്. എൻ്റെ മോനെ, 82-ൽ സ്പെയിൻ കെയിം ബാക്ക്. ഞാൻ പൊന്നോ, കിട്ടില്ല ഗോൾ ഗൈസ്, ഒരു രക്ഷയില്ല. ഇറ്റ്സ് അൻസു ഫാറ്റി ഫോർ യു. എടാ, ഇതൊക്കെ ഉണ്ടാവണല്ലേ സ്പെയിനിൽ. അൻസു ഫാറ്റി, പിന്നെ അൻസു ഫാറ്റി എന്നല്ലല്ലോ, ഫാറ്റി എന്നല്ലേ. നൈസായിട്ട് പോയി അവിടെ നിന്ന് ടേൺ ചെയ്ത്. സെക്കൻഡ് ഗോൾ ഫോർ സ്പെയിൻ. ലെറ്റ്സ് ഗോ. നൈസ് ഗോളായിരുന്നു. എന്ത് പറഞ്ഞാലും ഒരു രക്ഷയുണ്ടായില്ല ഗൈസ്. കാരണം എനിക്കിത് എൻജോയ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അവനെക്കാട്ടും ചെറിയ സ്കോഡ് വെച്ചിട്ട് ഞാൻ കളിക്കുന്നത്. പിടിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കംബാക്കൊക്കെ അടിച്ച്. പക്ഷെ കാർഡ് ചിലതേ മിസ്റ്റേക്ക് ഉള്ളൂ. ഒന്നാമത് എൻ്റെ സെൻറ്റർ ബാക്ക് രണ്ടും കണ്ടിട്ടുണ്ടോ. എന്തായാലും ഇൻട്രോയിൽ അത് വെച്ച് പറഞ്ഞുതരാമല്ലോ, സ്കോഡ് മൊത്തമായിട്ട്. ഞാൻ അത് ഇപ്പം പറഞ്ഞാൽ ചിലപ്പം കോമഡി ആവുക. ജോഡി ആൽബ, ഡേവിഡ് ഡിഗിയ. നമുക്ക് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇടോ. ഓക്കെ, ഡാനി ഓൾമോ, സ്ലോ ഡൗൺ. ലെറ്റ്സ് ഗോ. മൈക്കൽ ഒയാർസബാൽ. ഗോർഡൻ. അടി, ഇവൻ എല്ലാവരും ഉണ്ടാ. ഇത് ഗോർഡനൊക്കെ ആ പാക്കിലുള്ളതാ. നൈസ്. ഓക്കെ, ക്ലിയർ ചെയ്ത്. ഞാൻ ഒറ്റൊന്നല്ലേ ചെയ്യുന്നുള്ളൂ, അവിടെ 4-5 എണ്ണം ചെയ്തായിരുന്നു ഫസ്റ്റ് കളിയിൽ. ഫുൾ ഗെയിം പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേവിഡ് ഡിഗയ, എനിക്ക് ഈ ക്ലിയർ ചെയ്ത് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമൊന്നുമല്ല. എന്നാലും പുള്ളിക്കാരും കുറെ ക്ലിയർ ചെയ്തായിരുന്നു. പിടിച്ചിട്ടുണ്ടേ. ഡാനി ഓൾമോ, മൈക്കൽ ഡെൽഫയോ. ഗൈസ്, ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സ്പെയിൻ ഇപ്പം കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഗൈസ്. ആൻഡ് ഇറ്റ്സ് പെഡ്രി. ലെറ്റ്സ് ഗോ. സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യൻസ് ഗൈസ്. അങ്ങനെ സ്പെയിൻ ഫൈനലിസിമിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ കളി എന്താവെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പക്ഷെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും സീന് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. കംബാക്കാണ് ഗൈസ്. അപ്പോൾ 50% ഉണ്ട്. വി പ്ലേഡ് ലൈക്ക് സ്പെയിൻ മാൻ. 133 passes, 106 completed. It was like England also. Quick counters. പൊളി. ഒരു രക്ഷ ഉണ്ടായില്ല. നല്ല കളിയായിരുന്നു. കോർണർ കിക്ക് അവന് കൂടുതൽ. അറ്റാക്കിങ് രണ്ടാളും സെയിം ആണ് ഏകദേശം. പക്ഷെ ഞാൻ കൂടുതൽ പൊസിഷൻ പ്ലേ അടിച്ച്. പക്ഷെ പൊസിഷൻ നമുക്ക് കുറവാണ്. എന്നാലും അൽവാരോ മൊറാട്ട, എൻ്റെ മോനെ. എടാ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ താഴത്താളൊക്കെ നോക്കുക ഗൈസ്. അൽവാരോ മൊറാട്ട ഗൈസ്. അപ്പോൾ എന്തായാലും
ഗെയിം പ്ലേ ഫുള്ളായിട്ട് കണ്ടതിന് നന്ദി. ഇപ്പം സ്പെയിൻ ജയിക്കോ ഇംഗ്ലണ്ട് ജയിക്കോ നമുക്ക് എന്തായാലും നോക്കി. ചിലപ്പോൾ ഈ ഗെയിം പ്ലേ കാണുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കളിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ കപ്പടിച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി സ്പെയിൻ ആയിരിക്കും, പറയാൻ കഴിയില്ല, എന്തെല്ലാം നടക്കും. ഫുട്ബോൾ ഈസ് ക്രേസി മാൻ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ, ബൈ.